Hi friends, ഇന്ന് നമ്മൾ ഒരു ഈസി ബാച്ചിലർ വെജിറ്റേറിയൻ കുറുമയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനു വേണ്ട വെജിറ്റബിൾ ക്യാരറ്റ് അത്യാവശ്യം ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പവും ചെറുപ്പവും ഒക്കെ നമുക്ക് കൂട്ടാൻ പറ്റും. അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. പിന്നെ ഒരു സവാള, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് ബീൻസ്, പിന്നെ ഒരു പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കോളിഫ്ലവർ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഗ്രീൻ പീസാണ്, പച്ചപ്പട്ടാണിയാണ്. പിന്നെ കുറച്ച് ഗരം മസാല, വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ബേ ലീഫ്, ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ ഗ്രാമ്പൂ, ഏലക്ക. ഇത് ചെറുതായിട്ട് നമുക്കൊരു ചെറിയ ഗരം മസാലയ്ക്ക് വേണ്ടിയിട്ട്. അധികം മസാലയൊന്നും വേണ്ട ഇതിന്. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആ ഒരു ഗരം മസാലയുടെ എല്ലാം നമുക്കൊന്ന് ചേർത്ത് നമുക്കൊന്ന് എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് വഴറ്റാം. ഇതൊക്കെ ഒരു 30 സെക്കൻഡ് വഴറ്റാനുള്ളതേ ഉള്ളൂ കേട്ടോ. അധികം ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ പച്ചക്കറിയും ഉള്ളിയടക്കം നമുക്ക് ഒന്നിച്ച് നമ്മുടെ കുക്കിംഗ് പാനിലേക്ക് ഇടാം. കംപ്ലീറ്റ് ഒന്നിച്ചാണ് ഇടുന്നത്. എല്ലാം ഒന്നിച്ച് ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ച് കഴിയുമ്പോൾ ഒരു ഏകദേശം ആയിട്ടുണ്ടാവും. ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇനി മഞ്ഞൾപ്പൊടി വേണമെന്നുള്ളവർക്ക് ഒരു ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പക്ഷെ ചേർക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഞാൻ ഇച്ചിരി ചേർത്തിട്ടുണ്ട്. എരിവിന് വേണ്ടി നമ്മൾ വേറൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇതിലേക്ക് ചേർക്കാം. പക്ഷേ നിങ്ങൾ കശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഭയങ്കര നിറമാകും. അത് അത്രയ്ക്കൊരു ഭംഗി നമ്മുടെ കുറുമയ്ക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് സാധാരണ മുളക് പൊടി ചേർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കുറച്ച് ചേർത്താൽ മതി. ചെറിയൊരു എരിവും ഉണ്ടാവും. ഇനി നമുക്ക് ഗാർഡൻ ഫ്രഷ് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. ഇനി നമ്മുടെ കുറുമ ഒന്ന് തിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. സാധാരണ കുറുമയ്ക്കൊക്കെ തേങ്ങാപ്പാലാണ് യൂസ് ചെയ്യുക. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈസി ബാച്ചിലർ വെജിറ്റബിൾ കുറുമയാണ്. നമുക്ക് തേങ്ങ തിരുമ്മി അതിൻ്റെ പാലെടുത്തിട്ടൊന്നും ഒഴിക്കാനുള്ള ടൈമില്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒഴിക്കുന്നത് സാധാരണ പാലാണ്. 1 കപ്പ് പാല് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ടേസ്റ്റിനൊന്നും ഒരു ഡിഫറൻസും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റിയാണ്. ചപ്പാത്തിക്കൊരു കിടുക്കൻ കുറുമ തന്നെയാണ് ഇത്. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് കൂടി അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് അരച്ച് വെച്ച കാഷ്യൂനട്ട് അല്ലെങ്കിൽ ബദാം, ഇതാണ്. അതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേവിക്കൊക്കെ നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ നല്ല ഒരു തിക്നെസ്സും നമുക്ക് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അതുകൂടെ ഒന്ന് അരച്ച് ചേർത്താൽ. ഇത് ഓപ്ഷണലാണ്. വീട്ടിലുണ്ടെങ്കിൽ മാത്രം അരച്ച് ചേർത്താൽ മതി. അല്ലെങ്കിൽ തന്നെ ഈ കുറുമ നല്ല ടേസ്റ്റിയാണ്. കുറച്ച് പാലൊഴിച്ചിട്ടാണ് ഈ കാഷ്യൂനട്ട് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല ഒരു വൈറ്റ് കളറായിട്ട് കിട്ടുകയും ചെയ്യും. നന്നായിട്ട് അരിഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പം നമ്മുടെ വെജ് കുറുമ റെഡി ആയിട്ടുണ്ട്. വെജിറ്റബിൾ അരിയാനുള്ള സമയവും അതുപോലെ കുക്ക് ചെയ്യാൻ വേണ്ടി 20 മിനിറ്റ്സുമാണ് നമ്മൾ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ കൂടുതൽ നമുക്ക് കൺഫ്യൂഷനായിട്ടുള്ള ഒരു കാര്യങ്ങളുമില്ല. ഇനി നമുക്ക് എരിവിന് വേണ്ടി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം. അവനവൻ്റെ എരിവിനനുസരിച്ചിടാം. കുറച്ച് വേണ്ടവർക്ക് കുറച്ചിടാം. അതല്ല, നല്ല എരിവ് ഇഷ്ടമുള്ളവർക്ക് കൂടുതലിടാം. പിന്നെ ലാസ്റ്റ് ഒരു പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ മല്ലിയില, നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന മല്ലിയില ഇട്ടൊന്ന് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇതിൽ പല കാര്യങ്ങളും വീട്ടിലില്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ മല്ലിയില ഇല്ലെങ്കിലും പ്രശ്നമാക്കേണ്ട, മല്ലിയില ഇടണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ നമ്മുടെ ഈസി ബാച്ചിലർ വെജിറ്റേറിയൻ കുറുമ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിക്ക് ഒരു കിടുക്കൻ
കറി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചിമ്മൂസ് കിച്ചൻ.